ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐസ് മൈനിങ്ങിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ്. ഉടനെ തന്നെ ഇവരുടെ ടോക്കൺ ലിസ്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ശ്രദ്ധയോടെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ വിഡ്രോ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഐസ് മൈൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ലെവൽ 1 KYC എങ്ങനെ ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ലെവൽ 1 ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ലെവൽ 2 KYC ചെയ്യുന്നത് എന്നാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് കാണുന്നതായിരിക്കും. എൻ്റെ ആ ഒരു പ്രൊഫൈലിൻ്റെ ഭാഗത്ത് എനിക്കൊരു ഗ്രീൻ ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ ലെവൽ 1ഉം അതുപോലെ തന്നെ ലെവൽ 2 KYCയും വെരിഫൈഡ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അവർ വിഡ്രോൾസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലെവൽ 1ഉം ലെവൽ 2ഉം ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. എന്നാലും ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ആ ഒരു ആപ്പ് തുറക്കുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു മൈനിങ് സെഷനൊക്കെ കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും KYC സ്റ്റെപ്പ് 2 ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിൽ നിങ്ങൾ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യുക. ട്വിറ്റർ അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം നിർബന്ധമാണ്. കാരണം ഈ ഒരു സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. നിങ്ങളിവിടെ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നിർദ്ദേശങ്ങളായിരിക്കും കാണുന്നത്. അവരുടെ ഒരു പിൻഡ് പോസ്റ്റ് നിങ്ങൾ ലൈക്കും റീട്വീറ്റും ചെയ്യുക. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് ആ ഒരു താഴെ കോപ്പി ടെക്സ്റ്റ് എന്നുള്ള ഭാഗം നിങ്ങൾ കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ ഐസിൻ്റെ പിൻഡ് പോസ്റ്റിലേക്ക് പോവുക. ആ ഒരു പിൻഡ് പോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പോസ്റ്റ് ലൈക്കും ചെയ്യുക, അതിനുശേഷം റീട്വീറ്റും ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ആ ഒരു കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക. അവിടെ ആ കമൻറ്റ് ആ ഭാഗത്ത് നിങ്ങൾ ഞെക്കുക. അതിനുശേഷം ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കമൻറ്റ് അവിടെ പേസ്റ്റ് ആവുന്നതായിരിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസ് KYC 2 ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഏകദേശം ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. സോ ഈ ഒരു പോസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾ ചെയ്തേക്കുന്ന ഈ ഒരു പോസ്റ്റിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഈ ഒരു പോസ്റ്റ് എടുത്തതിന് ശേഷം ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് ഷെയർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാനായിട്ട് വരും. ആ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു ലിങ്ക് നിങ്ങളിവിടെ കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് അടിച്ചിട്ട് വെരിഫൈ എന്നുള്ള ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലെവൽ 2 KYCയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. സോ വൺസ് നിങ്ങളുടെ ലെവൽ 2 KYC പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു വെരിഫൈഡ് ബാഡ്ജ് അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ ടിക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈയിടെയായിട്ട് അവർ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം ഈ ഒരു ഐസ് ടോക്കൺസ് ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എതേറിയം ബ്ലോക്ക് ചെയിനിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരിപ്പോൾ പെട്ടെന്ന് മാറ്റി BNB ബ്ലോക്ക് ചെയിനിലേക്ക് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ അഡ്രസ്സ് മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അഡ്രസ്സ് അവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ അഡ്രസ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളിപ്പോൾ മെറ്റാമാസ്കിൽ നിന്നോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിൽ നിന്നോ ഓൾറെഡി അഡ്രസ്സ് അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം അഡ്രസ്സ് തന്നെയായിരിക്കും BNB ചെയിനിലും വരുന്നത്. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെരിഫൈ ചെയ്യാവുന്നതാണ്. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള മറ്റൊരു ന്യൂസും കൂടെ വന്നിട്ടുണ്ട്. അതായത് സെപ്റ്റിക് ഓഡിറ്റ് ഈ ഒരു ഐസ് ബ്ലോക്ക് ചെയിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ഏകദേശം 90ന് മുകളിൽ സ്കോർ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു സ്കോർ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും മൈനിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. കാരണം ഇവരുടെ ഓൺ ബ്ലോക്ക് ചെയിനിൽ ഉള്ള ടോക്കൺസും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് 2024 ഒക്ടോബറിലായിരിക്കും എന്നാണ് ടീമിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്. നിങ്ങൾ ഇനിയും ഐസ് മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും തുടങ്ങാവുന്നതാണ്. എല്ലാ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.